മോഹൻലാൽ ആദ്യമായിട്ട് സംവിധായകനാകുന്ന പ്രത്യേകതയായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് ചെയ്തി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന ഈ അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന 3D ചിത്രമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംവിധായകൻ ഫാസിൽ. ഇന്ത്യയുടെ ആദ്യ 3D ചിത്രമായി മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കി ധാരാളം അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ. ഗുരു സോമസുന്ദരം, മോഹൻ ശർമ്മ, തുഹിൻ മേനോൻ തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ചിത്രത്തിൽ ബറോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ധാരാളം അവതരിപ്പിക്കുന്നത്. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബറോസ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. ഒരു അതുല്യ കലാസൃഷ്ടിയായിരിക്കും ചിത്രം എന്നാണ് ആഗോളമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം വലിയ റിലീസും അവിടെ ഒരു വലിയൊരു വിജയമായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഫാസിൽ പറയുന്നുണ്ട്. മോഹൻലാൽ എന്ന 19 വയസ്സുകാരനെ ഇന്ന് കാണുന്ന മോഹൻലാലാക്കിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ്. ആ സിനിമ റിലീസ് ആയത് ഡിസംബർ 25-ലാണ്. മോഹൻലാലിന്റെ മറ്റൊരു ഹിറ്റായി മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത് ഡിസംബർ 25-ലായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ബറോസ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഡിസംബർ മാസം 25-ാം തീയതിയാണെന്നാണ് ഫാസിൽ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റേതായിട്ട് ഇതിലൂടെ തന്നെ പുറത്തുവന്ന ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കങ്കോ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയ പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണാൻ സാധിക്കുക മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പൂർണ്ണമായിട്ട് 3Dയിലാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സിനിമ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ലാലേട്ടൻ ആരാധകരും. ഈ ഒരു ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ ലാലേട്ടൻ നായകനായിട്ട് ബറോസിൽ സാധിക്കുമെന്നാണ് ഇതിനോട് തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ലാലേട്ടൻ നായകനായിട്ട് ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.